നമസ്കാരം. മലനാട് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആറന്മുള വിമാനത്താവള പദ്ധതിയുമായി ബന്ധപ്പെട്ട NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതായി ACC അംഗം അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ്. റോഡ് സേഫ്റ്റി ബോധവൽക്കരണ സന്ദേശവുമായി മലയാലപ്പുഴ മുസ്ലിയാർ കോളേജിലെ വിദ്യാർത്ഥി സംഘം ജില്ലയിൽ ക്യാമ്പയിൻ നടത്തി. ആദ്യ ക്യാമ്പ് റാന്നി സെന്റ് തോമസ് കോളേജിൽ നടന്നു. വികലാംഗർക്കുള്ള വാഹനം അനുവദിച്ചു നൽകാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് സൽബുദ്ധി നൽകണമെന്ന പ്രാർത്ഥനയുമായി കോട്ടയം സ്വദേശി വികലാംഗൻ ശബരിമലയ്ക്ക് പുറപ്പെട്ടു. വരയുടെ വേഗക്കുതിപ്പുകാരൻ കാർട്ടൂണിസ്റ്റ് അഡ്വക്കേറ്റ് ജിതേഷ് തന്റെ വരവേഗ വിസ്മയം 3011 വേദി പിന്നിട്ടു. വരയുടെ തമ്പുരാൻ ഇന്ന് റാന്നിയിലെത്തി. ലാൽ മാത്യു വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ആറന്മുളയിലെ വിമാനത്താവള പദ്ധതിയുമായി ബന്ധപ്പെട്ട NSS ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജി സുകുമാരൻ നായരുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതായി ACC അംഗം അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ്. പത്തനംതിട്ട പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആറന്മുള വിമാനത്താവള പദ്ധതിയുമായി ബന്ധപ്പെട്ട സുതാര്യമല്ലാത്ത നിലപാടാണ് ആറന്മുളയിലെ ഇപ്പോഴത്തെ സാമൂഹ്യമായ അസ്വസ്ഥതകൾക്ക് കാരണമെന്നും പാരിസ്ഥിതികവും സാമൂഹികവും സാംസ്കാരികവും മതപരവുമായ ഒട്ടനവധി വിഷയങ്ങൾ ആറന്മുളയിൽ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന NSS നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതായി അദ്ദേഹം പറഞ്ഞു. വ്യവസായ മേഖലയായി പ്രഖ്യാപിക്കപ്പെട്ട ആറന്മുള ഭൂമിയിൽ KGS കമ്പനിക്ക് ഉടമസ്ഥാവകാശം ഇല്ലാത്ത ഭൂമി ഡീനോട്ടിഫിക്കേഷന് ജില്ലാ കളക്ടർ ശുപാർശ ചെയ്തിട്ടുണ്ട്. ആറന്മുള വിമാനത്താവള പദ്ധതിയെക്കുറിച്ച് ജനങ്ങൾക്കുള്ള ആശങ്കകൾ വ്യാവസായിക മേഖല പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ 2012 ജനുവരി 11 ചേർന്ന KPCC എക്സിക്യൂട്ടീവ് യോഗത്തിൽ താൻ ഉന്നയിച്ചിട്ടുണ്ട്. VM സുധീരൻ, K മുരളീധരൻ, VD സതീശൻ, CP മുഹമ്മദ്, TN പ്രതാപൻ മുതൽ തങ്ങൾ വരെയുള്ളവർക്ക് ഊരുവിലക്ക് ഏർപ്പെടുത്തുന്ന തീരുമാനം ദൗർഭാഗ്യകരമാണ്. KPCC എക്സിക്യൂട്ടീവ് ഞാൻ തന്നെയാണ് ഈ വിഷയം ഉന്നയിച്ചത്. അന്ന് നടന്ന ചർച്ചയുടെ ചുരുക്കം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. KPCC പ്രസിഡന്റ് തിരുവല്ലയിൽ കേരള യാത്രയ്ക്ക് വന്നപ്പോൾ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ഭൂരിപക്ഷം പേരും ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യങ്ങളും പിന്നെ കോൺഗ്രസ്സുകാരെന്ന നിലയിൽ ഇക്കാര്യത്തിലുള്ള ഒരു നിലപാട് ഞങ്ങൾ പറഞ്ഞത്, സർക്കാർ ഒരു പദ്ധതി നടപ്പാക്കിയതുകൊണ്ട് അല്ലെങ്കിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകൾ അത് പറയരുത് എന്നൊരു വിലക്ക് കോൺഗ്രസ് പാർട്ടിയിലില്ല. എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം എല്ലാ കാലത്തും എടുത്തിട്ടുള്ള നിലപാട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങൾ, അതിൽ അങ്ങേയറ്റം ജനപക്ഷത്ത് നിൽക്കുക എന്ന നിലയിലാണ്. കാരണം ഈ വനസംരക്ഷണ നിയമം ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കിയത്, അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് 80-ൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയെപ്പോലൊരു നേതാവില്ലായിരുന്നുവെങ്കിൽ ഇന്ന് സൈലന്റ് വാലി വനം അവിടെ അവശേഷിക്കില്ല. കോൺഗ്രസ് പാർട്ടിയിൽ വ്യത്യസ്ത അഭിപ്രായവും ചിന്തയും പാടില്ലെന്ന നിലപാട് ആര് സ്വീകരിച്ചാലും അത് അംഗീകരിക്കില്ലെന്നും കോൺഗ്രസ് പോലൊരു ജനാധിപത്യ പാർട്ടിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ജനപക്ഷ നിലപാടുകൾക്കും എന്നും പ്രസക്തിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വരയുടെ വേഗക്കുതിപ്പുകാരൻ പത്തനംതിട്ട സ്വദേശി അഡ്വക്കേറ്റ് ജിതേഷിന്റെ വരയരങ്ങ് വരവേഗ വിസ്മയം 3111 വേദി പിന്നിട്ടു. റാന്നിയിലായിരുന്നു 3111 വേദി. വരയുടെ വേഗക്കുതിപ്പുകാരൻ അഡ്വക്കേറ്റ് ജിതേഷ് തന്റെ വരയരങ്ങ് വരവേഗ വിസ്മയം പരിപാടിയുമായി 3111 വേദി പിന്നിട്ടു. 3111 വേദി ഇന്ന് റാന്നി സെന്റ് മേരീസ് സീനിയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. സ്കൂളിൽ വെച്ച് നടന്ന ഇന്റർ ഡിസ്ട്രിക്ട് ആർട്ട് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് ജിതേഷ് തന്റെ 3111 വേദി റാന്നിയിൽ വരച്ചിട്ടത്. ചാച്ചാ നെഹ്റുവിൽ തുടങ്ങി രവീന്ദ്രനാഥ ടാഗോറിൽ അവസാനിച്ച വരവേഗം തികച്ചും വിസ്മയമായി. വരവേഗത്തിനൊപ്പം സദസ്സിനെ പുതിയ അറിവുകളുടെ ലോകത്തിലേക്ക് ആനയിച്ചുകൊണ്ടിരുന്ന ജിതേഷ് തന്റെ വരവേഗ വിസ്മയത്തിൽ കലയുടെ വർണ്ണച്ചപ്പ് കൂടി തുറന്നിട്ടുകൊണ്ടാണ് പുതിയ വിസ്മയം. അതാണ് വരയരങ്ങ് വരവേഗ വിസ്മയം. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു
ക്രിയേറ്റീവ് ആർട്ടാണ്. അതൊരു സ്റ്റേജ് ആർട്ടല്ല, ഒരു രംഗകലയല്ല, അത് ഒരു പെർഫോമിംഗ് ആർട്ടല്ല. പക്ഷേ പെർഫോമിംഗ് ആർട്ടല്ലാത്ത ചിത്രകലയെ നമ്മൾ സ്റ്റേജ് ആർട്ടാക്കി അല്ലെങ്കിൽ രംഗകലയാക്കി സ്റ്റേജിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ ചിത്രകല കണ്ടുകൊണ്ടിരുന്നത് ആർട്ട് ഗാലറിയിലൂടെയും അച്ചടി മാധ്യമത്തിലൂടെയാണെങ്കിൽ ഇന്ന് എൻ്റെ ചിത്രകല കാണുന്നത് അത് സ്റ്റേജിലാണ്. സാധാരണക്കാരനും കൂടി അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമാക്കി ചിത്രകലയെ മാറ്റി. ഒരു നോളജ് ഡെലിവറി ആയിരുന്നു ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ എല്ലാ കലകൂടി ഈ വേദിയിലെത്തുന്നു. ഇത് ഇന്ത്യയിൽ ആദ്യത്തെ പരീക്ഷണമാണോ? തീർച്ചയായിട്ടും ഇന്ത്യയിലെ നല്ല ലോകത്ത് തന്നെ ചിത്രകല അരങ്ങിൽ അവതരിപ്പിക്കുന്ന അപൂർവ പരീക്ഷണങ്ങളിലൊന്നാണ് പറയുന്നത്. കേരളത്തിന്റെ എല്ലാ കലാരൂപങ്ങളും ഇത് എത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പ്രഭാഷണ കല, കാവ്യാലാപനം, ഇങ്ങനെ വിവിധ കലകളുടെ ഒരു സമഞ്ജസമായ സമന്വയമാണ് വരയരങ്ങെന്ന ഈ ആർട്ട് ഫോമിലൂടെ ഉദ്ദേശിക്കുന്നത് വിനോദത്തിലൂടെ വിജ്ഞാനം എന്ന കോൺസെപ്റ്റാണ്. അതായത് പുതിയ തലമുറയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അതിവേഗ ചിത്രരചന അല്ലെങ്കിൽ കാർട്ടൂണിലൂടെ അറിവ് പകരുക എന്നുള്ളതാണ്. ഇൻഫോർടൈൻമെൻറ്റ് പഠനം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ പ്ലസ് എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ എഡ്യൂറ്റൈൻമെൻറ്റ് പഠനം, എഡ്യൂക്കേഷൻ പ്ലസ് എൻ്റർടൈൻമെൻറ്റ്. ചാച്ചാ നെഹ്റുവിനെ വരച്ചിട്ടുകൊണ്ട് നെഹ്റു ഗായിക MS സുബ്ബലക്ഷ്മിയുമായി നടത്തിയ സംഭാഷണം കൂടി ചേർത്തുകൊണ്ടാണ് വരയരങ്ങ് റാന്നിയിൽ വിസ്മയമാക്കിയത്. നവംബർ മാസം 29-ാം തീയതി MS സുബ്ബലക്ഷ്മി എന്ന സംഗീത റാണിയുടെ സംഗീത സായാഹ്നം കഴിഞ്ഞ് ഇന്ത്യയുടെ ലോംഗസ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ അവരുടെ അടുത്ത് ചെന്ന് തല കുനിച്ചിട്ട് പറഞ്ഞു, Who am I? A mere prime minister before the queen of this. തുടർന്ന് നടന്മാരായ മോഹൻലാൽ, രജനീകാന്ത്, സൂര്യ എന്നിവരെല്ലാം ഞൊടിയിടയിൽ ക്യാൻവാസിൽ തെളിഞ്ഞു വന്നു. 1869 ജനിച്ച ഗാന്ധിജിയെ അതേ നമ്പറിൽ തന്നെ വരയിൽ വിസ്മയമാക്കി. ഗുണങ്ങളുണ്ടെന്ന് ഒരു മഹാൻ പറഞ്ഞു. ആ മഹാൻ ജനിച്ചത് 1869. അതിൽ നിന്നൊരു ചിത്രം ഞാൻ ഒന്നും എഴുതി. 8 എങ്ങനെ എഴുതുന്നു, 6 എങ്ങനെ എഴുതുന്നു, 9 ആരായിരിക്കും? 1869 അദ്ദേഹം ജനിച്ചത്. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. പ്രകൃതിയിലേക്ക് നോക്കി അദ്ദേഹം പറഞ്ഞു, provides enough to satisfy every man's need, but not to satisfy every man's need. ഈ ഭൂലോകത്ത് എല്ലാ മനുഷ്യന്റെ ആഗ്രഹത്തിനുള്ളതെല്ലാം ഭൂമിയിലുണ്ട്, പക്ഷെ അത്യാഗ്രഹത്തിനുള്ള ഒന്നും ഭൂമിയിലില്ലെന്ന് പറഞ്ഞ മഹാനെ അദ്ദേഹത്തിന്റെ ഭക്തിയിൽ നിന്ന് ഞാൻ വരയ്ക്കുന്നു. ഇതിനിടെ വരയരങ്ങിലെ പുതിയ മാജിക്കെത്തി. ഗാന്ധിജിയുടെ രൂപസാദൃശ്യമുള്ള ആലപ്പുഴ സ്വദേശി ജോർജ് പോളിനെ വേദിയിലെത്തിച്ചുകൊണ്ടാണ് ബാപ്പുജി മാജിക് പൂർത്തിയാക്കിയത്. സദസ്സൊന്നടങ്കം കണ്ണടച്ചിരിക്കാൻ ആവശ്യപ്പെട്ട ശേഷമായിരുന്നു ബാപ്പുജിയെ വേദിയിൽ പ്രത്യക്ഷപ്പെടുത്തിയത്. बाबूजी आप कैसे? आज बहुत खुशी है प्यारे दोस्तों। धर्म इस दुनिया के जाने को विभिन्न मार्गों पर विचार के बारे में नहीं सब उस ईश्वर को ले जाने वाले के जिस प्रकार लोग अपने माता को माँ तारा अम्मा पुकार और पुकार माता की ब्रदर be the change to see in the world and be the value of my life is my message. Thank you. Namaskar. ഒടുവിൽ 1861 ജനിച്ച് 1941 അന്തരിച്ച മഹാനായ രവീന്ദ്രനാഥ ടാഗോറിനെ വരയിൽ സവിശേഷമാക്കിക്കൊണ്ടാണ് ജിതേഷിന്റെ വരവേഗ കുതിപ്പ് റാന്നിയിൽ അവസാനിച്ചത്. കവികളെയും എഴുത്തുകാരെയും ദേശീയ നേതാക്കളെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഒക്കെ വരച്ചുകൊണ്ട് അവരുടെ മെസ്സേജ് പുതിയ തലമുറയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ദൗത്യം കൂടെ ഉണ്ട്. അതാണ് അതിൻ്റെ കൃത്യമായ ദൗത്യം. നമ്മളിപ്പം വരച്ചിട്ട് ബോർഡിൽ നിന്ന് മായ്ച്ചു കളഞ്ഞാലും ആ കുട്ടികളുടെ മനസ്സിൽ നിന്ന് ആ ചിത്രം മാഞ്ഞു പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഗാന്ധിജി 1869 എന്ന ഗാന്ധിജിയുടെ ജന്മവർഷത്തിൽ നിന്നാണ് ഗാന്ധിജിയുടെ ചിത്രം വരയ്ക്കുന്നത്. അപ്പോൾ 1869 ഗാന്ധി ജനിച്ചു എന്നുള്ള വിവരത്തോടൊപ്പം ഗാന്ധിജിയുടെ ചിത്രവും അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല. അതല്ലെങ്കിൽ 11 പേരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരായിട്ടുള്ളതെന്നുള്ള അറിവിൽ നിന്നാണ് 11 നിന്നാണ് പലപ്പോഴും VS അച്യുതാനന്ദനെ ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ ആ 11 പേർ EMS മുതൽ ഉമ്മൻചാണ്ടി വരെ 11 വ്യക്തികൾ കേരളം ഭരിച്ചിട്ടുണ്ടെന്നുള്ള വളരെ സിമ്പിളായ ഒരു അറിവ് ഒരു കാർട്ടൂണിൽ പൊതിഞ്ഞ് നൽകുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാതെ അവിടെ നിൽക്കുന്നു. പുനവൂർ സജീവ്, ന്യൂസ് ബ്യൂറോ, റാന്നി.
വികലാംഗർക്കുള്ള വാഹനം അനുവദിച്ചു നൽകാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് സൽബുദ്ധി നൽകണമേ എന്ന പ്രാർത്ഥനയുമായി കോട്ടയം സ്വദേശി ഭക്തൻ വികലാംഗൻ ശബരിമലയിലേക്ക് പുറപ്പെട്ടു. മുച്ചക്ര വാഹനം അനുവദിച്ചു നൽകാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് സൽബുദ്ധി നൽകണമേ എന്ന പ്രാർത്ഥനയുമായി കോട്ടയം സ്വദേശി വികലാംഗൻ ശബരിമല ദർശനത്തിന് പുറപ്പെട്ടു. കോട്ടയം വൈക്കം കുടവച്ചൂർ സ്വദേശി 43 വയസ്സ് പ്രായമുള്ള ശശികുമാറാണ് അവസാന ആശ്രയമായ കലിയുഗവരദൻ ശ്രീ അയ്യപ്പന്റെ അനുഗ്രഹത്തിനായി മലയ്ക്ക് പുറപ്പെട്ടത്. വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ ബന്ധു വാങ്ങിച്ചു നൽകിയ സൈക്കിൾ തുരുമ്പെടുത്ത് സഞ്ചാരയോഗ്യമല്ലാതായി മാറിയതിനാലാണ് ശശികുമാർ പുതിയ സൈക്കിളിനായി മുഖ്യമന്ത്രിയെ സമീപിച്ചത്. എന്നാൽ തൻ്റെ നിരന്തര ആവശ്യം സർക്കാർ ആവർത്തിച്ച് അവഗണിച്ചുവെന്നാണ് ശശികുമാറിൻ്റെ സങ്കടം. ശബരിമല യാത്രാമധ്യേ റാന്നി രാമപുരം ശ്രീവിഷ്ണുസ്വാമി ക്ഷേത്രത്തിലെ ഇടത്താവളത്തിലെത്തിയ ശശികുമാർ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് തൻ്റെ സങ്കടം മലനാട് ന്യൂസിനോട് പറഞ്ഞത്. എനിക്ക് അയ്യപ്പം മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ലെന്നല്ല, ഉണ്ട്. വീട്ടിൽ അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ചേട്ടത്തിയുണ്ട്, വേറെ ഒരു ഇല്ല. ഇപ്പം ഞാനും അമ്മയും മാത്രമാണ് ഇപ്പം വീട്ടിലുള്ളത്. ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചത്. പിന്നെ സാമ്പത്തികം അത് പോകുന്ന വഴിക്ക് അയ്യപ്പ ഭക്തന് ജനങ്ങളും എല്ലാവരും കൂടി എന്നെ സഹായിക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞില്ല, ഓരോ ക്ഷേത്രങ്ങളിൽ കയറി ഇറങ്ങിയാ പോകുന്നത്. ഓരോ ക്ഷേത്രങ്ങളിലും കയറി ഇറങ്ങി ചിലപ്പോൾ ഒരാഴ്ച ഒക്കെ 5-6 ദിവസമൊക്കെ അവിടെ തങ്ങിയിട്ട് കൈവേദന, ഇപ്പം മൊത്തം ശരീരം മൊത്തം വേദനയാണ്. കാരണം അയ്യപ്പന് വേണ്ടിയാകും വേദനയൊന്നും അറിയാനില്ല, ഞാൻ അയ്യപ്പന് വേണ്ടിയാകും. സർക്കാർ ചതിച്ചു എന്ന് പറയാം. സർക്കാർ ചതിക്കും. അതിൽ കൂടുതൽ പറയുന്നത് ഉമ്മൻചാണ്ടി സാറ് ചതിച്ചെന്നാണ്. എല്ലാരും കൂടെ എന്നെ ചതിക്കുക. അവസാന അഭയ അയ്യപ്പനാണ്. ഇനി അവസാന അഭയ അയ്യപ്പനാണ്. ഇനി ഒരേ ഒരു ആശ്രയം കലിയുഗവരദൻ. ആഴ്ചകൾക്ക് മുമ്പേ കോട്ടയത്ത് നിന്ന് പുറപ്പെട്ടതിനാൽ കോട്ടയത്ത് വെച്ച് നടന്ന ജനസമ്പർക്ക പരിപാടിയിലെത്തി മുഖ്യമന്ത്രിയെ കാണാൻ ശശികുമാറിനായില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ ജില്ലക്കാരനായ താൻ നിരവധി തവണ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അപേക്ഷ നൽകിയിരുന്നുവെന്നാണ് ശശികുമാർ വ്യക്തമാക്കുന്നത്. റാന്നിയിൽ അയ്യപ്പ സേവാ സമാജം പ്രവർത്തകരാണ് ശശികുമാറിനെ സ്വീകരിച്ചത്. അമ്മയോടൊപ്പമാണ് താമസം. വരുമാന മാർഗങ്ങളൊന്നുമില്ല. ബന്ധുക്കളുടെ കരുണയിലാണ് ജീവിതം വല്ലാത്ത സങ്കടത്തിലാണിപ്പോൾ. എല്ലാ സങ്കടങ്ങളും ശ്രീ അയ്യപ്പന്റെ സവിധത്തിൽ സമർപ്പിക്കുകയാണ് ശശികുമാർ. ശശികുമാറിന്റെ ആവശ്യത്തിന് അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് അയ്യപ്പ സേവാ സമാജം രക്ഷാധികാരി രവി കൊന്നക്കാട് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് സർക്കാരും ദേവസ്വക്കാരും ഒരു സൈക്കിൾ, പുതിയ ഉച്ചാരണ സൈക്കിൾ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ആ പഴയ ഞങ്ങൾ കാണുന്ന അന്ന് തൊട്ടുള്ള സൈക്കിളാണ് ഇന്നും കാണുന്നത്. അത് റിപ്പയറൊക്കെ ചെയ്താണ് അദ്ദേഹം പോകുന്നത്. വളരെ കഷ്ടപ്പാടാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ. ഇവിടെ വന്ന് അയ്യപ്പ സേവാ സമാജത്തിൻ്റെ അന്നദാനമൊക്കെ സേവിക്കുകയൊക്കെയാണ് ഇപ്പോൾ 2 വർഷമായിട്ട് സ്വാമി പോകുന്നത്. ഇവിടെ ഒരു ദിവസം ഹാൾട്ട് ചെയ്യുന്നുണ്ട്. ഈ സ്വാമിക്ക് സർക്കാരിൻ്റെ ആണെങ്കിലും ദേവസ്വത്തിൻ്റെ ആണെങ്കിലും എന്തെങ്കിലും സഹായങ്ങൾ ആ സൈക്കിളിൻ്റെ കാര്യത്തിന് ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ റാന്നി. റോഡ് സേഫ്റ്റി ബോധവൽക്കരണവുമായി മലയാലപ്പുഴ മുസ്ലിയാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ റാന്നിയിൽ ക്ലാസ് എടുത്തു. റാന്നി സെന്റ് തോമസ് കോളേജിലായിരുന്നു ബോധവൽക്കരണ ക്ലാസ്. റോഡ് സേഫ്റ്റി സന്ദേശ ബോധവൽക്കരണവുമായി മലയാലപ്പുഴ മുസ്ലിയാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോളേജിലെ MBA വിദ്യാർത്ഥികൾ റാന്നിയിലെത്തി. കോളേജിലെ 10 അംഗ ഫസ്റ്റ് സെമസ്റ്റർ MBA വിദ്യാർത്ഥികളാണ് ബോധവൽക്കരണ സന്ദേശവുമായി ജില്ലയിൽ പര്യടനം നടത്തിയത്. വിദ്യാർത്ഥി സംഘം ഇന്ന് റാന്നി സെന്റ് തോമസ് കോളേജിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ആ ക്ലാസ്സുകളിൽ നമ്മൾ ക്ലാസ് എടുത്തത് എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം, അതോടൊപ്പം തന്നെ സിഗ്നൽസിനെ കുറിച്ചും നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ നമ്മൾ പാലിക്കേണ്ട എന്തൊക്കെ നിയമങ്ങളാണുള്ളതെന്നും ഒരു ബ്രീഫായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മൾ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ഹെൽമെറ്റൊക്കെ ഉപയോഗിക്കുന്നവരെ അനുമോദിക്കുകയും ഒക്കെ ഞങ്ങൾ ചെയ്തു. MBA വിദ്യാർത്ഥികളായ അരുൺ, കൃഷ്ണകുമാർ,
ജോബി, സാദിഖ്, ഷിബു, ബ്രൈറ്റ്, സനൂജ്, ഷാമില, സൗമ്യ, ജ്യോതിർലക്ഷ്മി എന്നീ വിദ്യാർത്ഥികളാണ് റോഡ് സേഫ്റ്റി ബോധവൽക്കരണ ക്ലാസ് എടുത്ത് ശ്രദ്ധേയരായത്. ജില്ലാ മോട്ടോർ വാഹന വകുപ്പിന്റെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പയിൻ. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അനുബന്ധമായിട്ടൊരു സംരംഭമാണിത്. ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചു വരുന്ന അപകടങ്ങളിൽ നിന്ന് യുവാക്കളാണല്ലോ ഏറിയ പങ്കും. അതിനാൽ അവരെ ഒന്ന് ബോധവൽക്കരിക്കുക എന്നൊരു ഉദ്ദേശമാണ് ഇതിന് മുമ്പിലുള്ളത്. അപ്പോൾ അതിനാണ് ഞാൻ ഇവിടെ തിരിക്കുന്നത്. ബോധവൽക്കരണ ക്ലാസ്സിലെത്തിയ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നറുക്കെടുപ്പ് നടത്തി ഹെൽമറ്റ് സമ്മാനമായി നൽകിയാണ് ഈ മാതൃകാ വിദ്യാർത്ഥികൾ റോഡ് സേഫ്റ്റി ബോധവൽക്കരണ ക്യാമ്പയിൻ ശ്രദ്ധേയമാക്കിയത്. കൂപ്പൺസ് ഇട്ടിട്ടുണ്ട്. അത് ഇപ്പം നിർവഹിക്കുന്നതിന് നമ്മുടെ അച്ഛനെ ക്ഷണിക്കുന്നു. മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് ലെക്ചറായ മാത്യു സാറിനെ ഇതിൽ ക്ഷണിക്കുന്നു. ക്ലാസിന് ശേഷം നടന്ന നറുക്കെടുപ്പിൽ റാന്നി സെന്റ് തോമസ് കോളേജിലെ 3ാം വർഷ BBA വിദ്യാർത്ഥിനി ജിനു കെ എബ്രഹാമിനാണ് ഹെൽമറ്റ് സമ്മാനമായി ലഭിച്ചത്. പ്രൊഫസർ ഫാദർ മാത്യൂസ് വാഴക്കുന്നമാണ് നറുക്കെടുപ്പ് നടത്തിയത്. കോളേജ് പ്രിൻസിപ്പാൽ പ്രൊഫസർ എബ്രഹാം വി കുര്യാക്കോസ് ആമുഖ പ്രഭാഷണം നടത്തി. മലയാളപ്പുഴ മുസ്ലിം കോളേജിൽ നിന്ന് വന്ന അധ്യാപകരും അതുപോലെ വിദ്യാർത്ഥികളുമാണ് ഇവിടെ എൻ്റെ മുന്നിലുള്ളത്. ശബരിമല സീസൺ തുടങ്ങിയ സമയത്ത് ജില്ലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന റോഡ് അപകടങ്ങളുടെ വ്യാപ്തി മനസ്സിലാക്കി റോഡ് സേഫ്റ്റി മിഷൻ, റോഡ് സേഫ്റ്റിയെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ പ്രോഗ്രാം പത്തനംതിട്ട ജില്ലയിലുള്ള എല്ലാ കോളേജ് വിദ്യാർത്ഥികൾക്കും നൽകുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. മുസ്ലിയാർ കോളേജിലെ അധ്യാപിക ഹേബയുടെ നേതൃത്വത്തിലാണ് ഈ വിദ്യാർത്ഥി കൂട്ടം ഇന്ന് ജില്ലയിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തിയത്. ന്യൂസ് ബ്യൂറോ റാന്നി. ഇടവേള. ഒരു തീവണ്ടിക്കെന്ന പോലെ നിങ്ങളുടെ ഒരു ദിവസം ഭംഗിയായി ആരംഭിക്കാൻ രാത്രി നിദ്ര സുഖപ്രദമാകണം. രാത്രി നിദ്ര സുഖപ്രദമാക്കാനായി റാന്നിയിലെ നവാസിന്റെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ് വലിയ പാലത്തിന് സമീപം, മാമുക്ക്, റാന്നി. ആധുനിക കടച്ചിൽ യന്ത്രത്തിന്റെ സഹായത്താൽ പഴയ മെത്തകളുടെ ചുരുങ്ങിയ പഞ്ഞി കടഞ്ഞ് ഭംഗിയുള്ള മെത്തകൾ ഞങ്ങൾ നെയ്തെടുക്കുന്നു. നിങ്ങളുടെ വീടിന് അഴകിന്റെ തൂവൽ സ്പർശമേകാൻ ഭംഗിയുള്ള ഫാഷനബിൾ ഫോർമാറ്റുകളുടെയും വൻശേഖരം. നവാസ്. നിങ്ങളുടെ സുഖനിദ്രയ്ക്കും നിങ്ങളുടെ വീടിന്റെ ലാവണ്യ ശോഭയ്ക്കും ഇന്നു തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ് വലിയ പാലത്തിന് സമീപം, മാമുക്ക്, റാന്നി. ഫോൺ 04735 223938 8547651210 9947738138. യഥാർത്ഥ സ്വർണത്തിന്റെ സത്യം, അനുകരിക്കാനാവാത്ത വിശ്വാസ പാരമ്പര്യം. ജോസ്കോസ് ഫാഷൻ ജുവലേഴ്സ്, റാന്നി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി. രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. നിങ്ങളുടെ ജീവിതത്തിലെ അമൂല്യ മുഹൂർത്തങ്ങൾ അവിസ്മരണീയമാക്കുവാൻ ക്രിസ്റ്റൽ ക്ലിയർ ഫോട്ടോഗ്രാഫിയുടെ പര്യായം. രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, അങ്ങാടി, റാന്നി. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഹൈസ്പീഡ് ഫ്ലെക്സ് പ്രിന്റിംഗ്, ലേസർ പ്രിന്റിംഗ്, ID കാർഡ് മാർക്കിംഗ്, ലാമിനേഷൻ, ഫോട്ടോസ്റ്റാറ്റ് എന്നിവയ്ക്കും രചനയുടെ സേവനം ലഭ്യമാണ്. വിവാഹമംഗല്യ മുഹൂർത്തങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തേക്കാൾ മികവോടെ ഹൈടെക് സംവിധാനത്തിൽ ഞങ്ങൾ ചിത്രീകരിക്കുന്നു. നിങ്ങളുടെ ജീവിത മുഹൂർത്തം ഏതുമാകട്ടെ, പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഇതിനായി രചനയുടെ ഹൈടെക് ഔട്ട്ഡോർ യൂണിറ്റിന്റെ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. കൂടാതെ മിനിറ്റുകൾക്കുള്ളിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഗ്രൂപ്പ് ഫോട്ടോയും റെഡിയാക്കി തരുന്നു. ഫോർ യുവർ കളർഫുൾ മെമ്മറീസ്, രചന ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. ഫോൺ 04735 225197 9447249105. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യപൂർണ്ണതയ്ക്കായി സിറ്റി സെന്റർ അണിയിച്ചൊരുക്കിയിരിക്കുന്നു ഗൃഹോപകരണങ്ങളുടെ കമനീയ കലവറ. മിക്സി, ഗ്രൈൻഡർ, പ്രഷർ കുക്കർ, ഡിന്നർ സെറ്റുകൾ എന്നിവയടക്കം എല്ലാ ഗൃഹോപകരണങ്ങളുടെയും വൻശേഖരം. ഷോക്കേസ്, ഗിഫ്റ്റ്, കോസ്മെറ്റിക് ഇനങ്ങൾക്കായി പ്രത്യേക വിഭാഗം. സ്കൂബിയുടെ അടക്കം പ്രമുഖ കമ്പനികളുടെ ബാഗുകളും കുടകളും, ഒപ്പം സ്പോർട്സ് ഇനങ്ങളും. ക്ലാസ്മേറ്റ്സ് ത്രിവേണി നോട്ട് ബുക്കുകൾക്കും സമീപിക്കുക.
പുത്തൻ അധ്യയന വർഷത്തിൽ സമ്മാന പെരുമഴയും. ഓരോ 500 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. എല്ലാ മാസവും നറുക്കെടുപ്പും മെഗാ സമ്മാനമായി ബൈക്കും. വിലക്കുറവും മികച്ച മൂല്യവും സ്വന്തമായി പാർക്കിംഗ് സൗകര്യവും ഞങ്ങളുടെ സവിശേഷത. റാന്നി സിറ്റി സെന്റർ ഇട്ടിയപ്പാറ റാന്നി. റാന്നി സിറ്റി സെന്റർ ഇട്ടിയപ്പാറ റാന്നി. ഫോൺ 9188271724 8086554688. കൂടുതൽ വാർത്തകളിലേക്ക്. റാന്നി സെന്റ് മേരീസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഇന്റർ ഡിസ്ട്രിക്ട് ആർട്ട് ഫെസ്റ്റ് നടത്തി. മലങ്കര കത്തോലിക്ക തിരുവല്ല അതിരൂപതയുടെ കീഴിലുള്ള 11 സ്കൂളുകളിൽ നിന്നുള്ള പ്രതിഭകൾ ആർട്ട് ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. റാന്നി സെന്റ് മേരീസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണാഭമായ പരിപാടികളോടെ ഇന്റർ ഡിസ്ട്രിക്ട് ആർട്ട് ഫെസ്റ്റ് നടത്തി. മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപതയുടെ കീഴിലെ 11 സ്കൂളുകളിൽ നിന്നുള്ള പ്രതിഭകൾ ആർട്ട് ഫെസ്റ്റിൽ പങ്കെടുത്തു. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി എന്നീ ജില്ലകളിൽ നിന്നുള്ള പ്രതിഭകളാണ് ആർട്ട് ഫെസ്റ്റിലെത്തിയത്. ലോകം മുഴുവൻ സുഖം പകരും സ്നേഹദീപം ഇന്ന് റാന്നി സെന്റ് മേരീസ് സ്കൂളിലെ വൃശ്ചിക പ്രഭാതത്തിൽ മിഴി തുറന്നു. തുടർന്ന് വർണ്ണാഭമായ പരിപാടികൾക്ക് തുടക്കമായി. പ്രമുഖ അതിവേഗ കാർട്ടൂണിസ്റ്റ് അഡ്വക്കേറ്റ് ജിതേഷ് ആർട്ട് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. തിരുവല്ല അതിരൂപത CBSE സ്കൂൾ ഫോറം സെക്രട്ടറി ഫാദർ സ്കറിയ പുത്തൻപുരയ്ക്കൽ ആമുഖ പ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ രഞ്ജിത്ത് ആലുങ്കൽ, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിൽസൺ വേണാട്, പ്രിൻസിപ്പൽ കോശി പി ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. For some of you, it is the second time that you are traveling a long distance and coming to St. Mary's School. And I hope you had a very memorable time last year. And this year also you have come prepared and you have taken a lot of pain and sacrifice in coming all over the way to Ranni from various places. So I wish you all a very enjoyable and memorable time and let me enter into my duty. തുടർന്ന് കലാവേദി ഉണർന്നു. നിരവധി പ്രതിഭകൾ കലാമത്സരങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ആർട്ട് ഫെസ്റ്റിനെ വർണ്ണാഭമാക്കി.
ന്യൂസ് ബ്യൂറോ റാന്നി. ലോക എയ്ഡ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് പത്തനംതിട്ടയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ പ്രണബ് ജ്യോതിനാഥ് അറിയിച്ചു. ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഡിസംബർ 1 പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നടക്കും. രാവിലെ 10:30 പത്തനംതിട്ട MP ആന്റോ ആന്റണി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കും. ആറന്മുള MLA അഡ്വക്കേറ്റ് K. ശിവദാസൻ നായർ അധ്യക്ഷത വഹിക്കും. ബോധവൽക്കരണ റാലി ജില്ലാ പോലീസ് ചീഫ് P. വിമലാദിത്യ IPS ഫ്ളാഗ് ഓഫ് ചെയ്യും. ജില്ലാ കളക്ടർ പ്രണബ് ജ്യോതിനാഥ് IAS എയ്ഡ്സ് ദിന സന്ദേശം നൽകും. എയ്ഡ്സ് ബോധവൽക്കരണ ദീപം പത്തനംതിട്ട മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് A. സുരേഷ് കുമാർ തെളിയിക്കും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG അനിത റെഡ് റിബൺ അണിയിക്കും. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസ്, ആരോഗ്യ കേരളം, ജില്ലാ TB സെന്റർ, അക്ഷയ പ്രോജക്ട്, പുനർജനി, സുരക്ഷ, പ്രത്യാശ തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ജില്ലയിലെ എയ്ഡ്സ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നു. നമ്മുടെ ജില്ലയിലും പത്തനംതിട്ട ജില്ലയിൽ ഈ ലോക എയ്ഡ്സ് ദിനമായിട്ട് ബന്ധപ്പെട്ട ഒരു വളരെ വിപുലമായിട്ടുള്ള പരിപാടി നടക്കാൻ പോകുന്നുണ്ട്. സ്കൂൾ തലത്തിലും എല്ലാ കുട്ടികൾക്ക് വേണ്ടി അവയർനെസ് ക്യാമ്പും എക്സിബിഷനും ക്വിസ് കോമ്പറ്റീഷനും അതൊക്കെയുള്ള വളരെ വിശദമായിട്ട് പ്രോഗ്രാംസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ എയ്ഡ്സിൻ്റെ HIV ഫിഗേഴ്സ് 0 കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ഭാഗത്തുള്ള എല്ലാ നടപടി വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ ജില്ലയിൽ എടുക്കും. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട. റാന്നി ക്രിസ്തോസ് മാർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നാളെ വൈകിട്ട് നിറദീപങ്ങൾ എന്ന പേരിൽ കലാപരിപാടി സംഘടിപ്പിക്കും. കുന്നന്താനം ദൈവപരിപാലന കേന്ദ്രത്തിലെ ഭിന്നശേഷിയുള്ള കുട്ടികളാകും കലാപരിപാടികൾ അവതരിപ്പിക്കുകയെന്ന് യുവജന സഖ്യം ഭാരവാഹികൾ അറിയിച്ചു. ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ കുടുംബ സംഗമം ഡിസംബർ 1 അടൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 1 ഞായറാഴ്ച അടൂർ ഗ്രീൻ വാലി റിസോർട്ടിലാണ് കുടുംബസംഗമം നടക്കുക. ജില്ലാ പ്രസിഡന്റ് TS തോമസിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ AKDA സംസ്ഥാന പ്രസിഡന്റ് MK ശ്യാമപ്രസാദ് മേനോൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ ഫാമിലി മീറ്റിലുള്ള ഒരു പ്രത്യേകത, ഇതിനകത്ത് കിഡ്നി അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ള രോഗികൾക്ക് ഒരു ഫണ്ട് വിതരണം കൂടെ ഉണ്ട്. അത് അടൂരിലെ MLA ചിറ്റയം ഗോപകുമാറാണ് നിർവഹിക്കുന്നത്. അതുപോലെ 80ഓളം ഫാമിലികൾ അന്നത്തെ ആ മീറ്റിൽ പങ്കെടുക്കും. ചിറ്റയം ഗോപകുമാർ MLA ജീവകാരുണ്യ ഫണ്ട് വിതരണം ചെയ്യും. AKDA സംസ്ഥാന സെക്രട്ടറി എബി എബ്രഹാം, G. വസന്തകുമാർ, ജോർജ്, ജോബി, ബിജു പെരുമാൾ എന്നിവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ M. ബാലഗോപാൽ മേനോൻ, N. മോഹനൻ, TS തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട. റാന്നി സെന്റ് തോമസ് കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വന്നിരുന്ന ശില്പശാലയ്ക്ക് സമാപനമായി. റാന്നി സെന്റ് തോമസ് കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വന്നിരുന്ന ദ്വിദിന ശില്പശാല സമാപിച്ചു. നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ ശില്പശാലയിലെത്തി നോട്ട് കുറിച്ചിട്ടു. ഇന്ന് പ്രധാന ബ്ലോക്കിൽ ചന്ദ്രയാൻ മിഷൻ പുനരാവിഷ്കരിച്ചു. റാന്നി സിറ്റഡൽ റെസിഡൻസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ചന്ദ്രയാൻ മിഷൻ പഠനവിധേയമാക്കാനെത്തി. ന്യൂസ് ബ്യൂറോ റാന്നി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി കുമ്പളാംപൊയ്യ. ഗൃഹസൗന്ദര്യത്തിന് മോടി കൂട്ടുന്ന ടൈൽസ് വ്യാപാര രംഗത്തെ ഏറ്റവും പുതിയ വെല്ലുവിളികളുമായി നിങ്ങളുടെ മുൻപിൽ ഒരാധുനിക കലവറ. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി. 40 രൂപ മുതലുള്ള വെട്രിഫൈഡ് ടൈലുകളുടെയും 25 രൂപ മുതലുള്ള സെറാമിക് ടൈലുകളുടെയും 13 രൂപ മുതലുള്ള വാൾ ടൈലുകളുടെയും അമൂല്യ ശേഖരം. ഒപ്പം 85 രൂപ മുതലുള്ള ഗ്രാനൈറ്റിനും സമീപിക്കുക. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി, ഫെഡറൽ ബാങ്കിന് സമീപം, കുമ്പളാംപൊയ്യ. ഫോൺ 04735251024. മൊബൈൽ 9961553202 9495068656.
കാലങ്ങൾ എത്ര കഴിഞ്ഞാലും കാലാന്തരങ്ങൾ എത്രയോ വന്നാലും ഇത് മലയാളി തനിമയുടെ പൊന്നിൽ തീർത്ത ബന്ധം. എക്സൽ ജുവലറി, കോളേജ് റോഡ്, ഇട്ടിയപ്പാറ, റാന്നി. കമനീയമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ ആഭരണങ്ങൾ, ആന്റിക് കളക്ഷനുകൾ, നവരത്ന മോതിരങ്ങൾ, വജ്രാഭരണങ്ങൾ, സിംഗപ്പൂർ കളക്ഷൻസ്. ഓർഡറുകൾ അനുസരിച്ച് പേൾമാല, രുദ്രാക്ഷമാല എന്നിവ ചെയ്തു കൊടുക്കുന്നു. പ്രത്യേക ആനുകൂല്യങ്ങളോടെ ആഭരണങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും സൗകര്യം. ഉപഭോക്താക്കൾക്ക് സുരക്ഷിത ഭാവിക്കായി സ്വർണ്ണ നിക്ഷേപ പദ്ധതി. എക്സൽ ജുവലറി, കോളേജ് റോഡ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 04735 226 773 224 347. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. നിങ്ങളുടെ കുഞ്ഞോമനകൾക്കുള്ള കുട്ടിക്കുപ്പായങ്ങൾ മുതൽ മുത്തശ്ശിമാർക്കുള്ള സെറ്റും മുണ്ടും വരെ തിരഞ്ഞെടുക്കുവാൻ വിപുലമായ ശേഖരം. കോളേജ് കുമാരന്മാർക്കും കുമാരിമാർക്കുമായി പ്രത്യേക വിഭാഗം. റെഡിമെയ്ഡ്, ഷർട്ടിംഗ്, പാൻസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ് എന്നിവയുമായി പ്രത്യേക വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾ ഏതുമാകട്ടെ, ചടങ്ങിന്റെ പ്രൗഢിക്കിണങ്ങും വിധം സുന്ദരിയായി അണിഞ്ഞൊരുങ്ങുവാൻ ഞങ്ങളുടെ സാരി പവലിയൻ സന്ദർശിക്കൂ. പുരുഷത്വത്തിന്റെ പ്രതീകമായ MCR ബ്രഹ്മോസ് ഫാൻസി മുണ്ടുകൾ മിതമായ വിലയിൽ ഇവിടെ ലഭിക്കുന്നു. ബ്ലൗസ് പീസ്, ബെഡ്ഷീറ്റുകൾ, ലുങ്കികൾ എന്നിവ കൂടാതെ പ്രശസ്ത കമ്പനികളുടെ ബേബി സെറ്റിനും ഞങ്ങളെ സമീപിക്കും. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. റാന്നിയുടെ വസ്ത്രസങ്കല്പങ്ങളുടെ താക്കോൽ. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9460579953. മന്ന കളക്ഷൻസ്, കടന്തോട്ട് ബിൽഡിംഗ്സ്, ഇട്ടിയപ്പാറ, റാന്നി. നിങ്ങളുടെ മുഖകാന്തി കൂട്ടി സുന്ദരിയാകാനും പട്ടുചേല ചുറ്റി ശരീരകാന്തി കൂട്ടുവാനും സുവർണാവസരം. മന്ന കളക്ഷൻസ്. ഫേഷ്യൽ, ഹെയർ കട്ടിംഗ്, ബ്രൈഡൽ മേക്കപ്പ്, കാർ ഡെക്കറേഷൻ കൂടാതെ സ്റ്റീം ബാത്തിനും നിങ്ങൾക്ക് ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. ലേഡീസ് ടൈലറിംഗ്, ചുരിദാർ, ബ്ലൗസ്, യൂണിഫോം വർക്കുകൾക്കും സമീപിക്കുക. എല്ലാ തയ്യൽ ജോലികളും മിതമായ നിരക്കിൽ ചെയ്തു വരുന്നു. മന്ന കളക്ഷൻസ്. ബ്രോക്കേഡ്, സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ് കൂടാതെ കുട്ടിക്കുപ്പായങ്ങളുടെയും വൻ ശേഖരം. മന്ന കളക്ഷൻസ്. മന്ന ബ്യൂട്ടി പാർലർ, കടന്തോട്ട് ബിൽഡിംഗ്സ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 96052 96660. വാർത്തകൾ തുടരുന്നു. ആയുർവേദ നേത്രചികിത്സയിലൂടെ പ്രശസ്തമായ ശ്രീധരീയം ആയുർവേദ നേത്രചികിത്സാ കേന്ദ്രത്തിന്റെ OP വിഭാഗവും ഔഷധ വിതരണ കേന്ദ്രവും പത്തനംതിട്ടയിൽ ആരംഭിക്കുന്നു. ഡിസംബർ 4-ാം തീയതി ബുധനാഴ്ച രാവിലെ 9:30 ശ്രീധരീയത്തിന്റെ ചീഫ് ഫിസിഷ്യനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ NPP നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിക്കും. പത്തനംതിട്ട ആനപ്പാറയിൽ സബ് ജയിലിന് സമീപമായിട്ടാണ് സെന്റർ പ്രവർത്തിക്കുക. തെക്കൻ കേരളത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനായി 9 പുതിയ സെന്ററുകൾ തുടങ്ങുവാനും ശ്രീധരീയം പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. എക്സൈസ് വകുപ്പ് റാന്നി നിയോജക മണ്ഡല അവലോകനം നടത്തി പ്രവർത്തനം വിലയിരുത്തി. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ വെച്ചായിരുന്നു അവലോകനം. എക്സൈസ് വകുപ്പ് റാന്നി നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ അവലോകനം നടത്തി പ്രവർത്തനം വിലയിരുത്തി. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടന്ന അവലോകന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. നിങ്ങൾ കണ്ടെത്തിയ കാര്യം നിങ്ങൾക്ക് പോലീസിൽ അറിയിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ജില്ലാതല സമിതികളിൽ ഇത് അറിയിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. അപ്പൊ നമുക്ക് മുഴുവൻ കാട് മൂടി കിടക്കാൻ ഇതിനകത്തൂടെ വളരെ ഗൗരവമായ കാര്യമാണ്. നമ്മുടെ കുട്ടികൾ കഴിഞ്ഞ ദിവസം റാന്നി ഉപജില്ലാ തലത്തിൽ ഒരു മീറ്റിംഗ് കൂടിയിരുന്നു. വിദ്യാഭ്യാസ വകുപ്പും പഞ്ചായത്തും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും കൂടെ ചേർന്ന് എല്ലാ അതിജീവനം എന്നാണ് പ്രോജക്റ്റിന്റെ പേര്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ആരും പങ്കെടുത്തില്ല. അപ്പോൾ കുട്ടികളെ നിർബന്ധമായും ഈ ശീലത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ വലിയൊരു പദ്ധതി. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മോഹനകുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. അത്തിക്കയം, ഇടകടത്തി, ഉപ്പൂട്ടുതറ, പരങ്ങളിൽ ചെറിയ വിൽക്കല മാത്രമേ ഉള്ളൂ. വേറെ അവിടെ പരിശോധനയും റെയ്ഡും സാമ്പിളുകൾ എടുക്കാറുണ്ട്. പരങ്ങൾ മാത്രമേ ഉള്ളൂ. വെളിയിൽ നിന്ന് ഒന്നും റാന്നി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കുമാർ കിഴക്കേവിള, അങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി അബ്രഹാം തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ഉള്ളൂരി കരിമ്പിലാവ് റൂട്ടിൽ പലപ്പോഴും ഞാനാണെങ്കിലും പോകുമ്പോൾ ഓട്ടോകളും വാഹനങ്ങളും ഒക്കെ അവിടെ നിർത്തിയിട്ട്
മദ്യപിക്കുന്ന രംഗം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാന്തവായിൽ ക്ലാസ്സുകൾ പോയില്ലെങ്കിൽ തന്നെയും വാഹനങ്ങൾ നിർത്തിയിട്ട് അത് ഉപയോഗിക്കുന്നവരുണ്ട്. ഏതൊരു സ്കൂളിൻ്റെ പരിസരത്ത് കഴിഞ്ഞ പ്രാവശ്യം എക്സൈസ് ആരോട് ഞാൻ പോയി, ഇപ്പോൾ അതിനൊരു സമാധാനമായ അന്തരീക്ഷം അവിടെ ഉണ്ട്. ന്യൂസ് ബ്യൂറോ റാന്നി. കൈപ്പറ്റൂർ സെന്റ് ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് മഹായിടവക പെരുന്നാളിന് ഡിസംബർ 1 ഞായറാഴ്ച കൊടിയേറും. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ പൗരാണികവും പ്രശസ്തവുമായ കൈപ്പറ്റൂർ സെന്റ് ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് മഹാ ഇടവകയിലെ പെരുന്നാൾ ഡിസംബർ 8, 9 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരിശുദ്ധ പരുമല തിരുമേനിയുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചിട്ടുള്ള ദേവാലയത്തിൽ 780 ഭവനങ്ങളും 60 ആത്മീയ സംഘങ്ങളും പ്രവർത്തിച്ചു വരുന്നു. ഡിസംബർ 1 കൊടിയേറ്റ ദിനം ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന കുടുംബസംഗമം റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 6 രാവിലെ 10 മണിക്ക് നടക്കുന്ന വനിതാ സമ്മേളനം വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ KC റോസക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 8 രാവിലെ 11 മണിക്ക് നടക്കുന്ന സംയുക്ത സമ്മേളനം രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ ഉദ്ഘാടനം ചെയ്യും. ഈ ഭദ്രാസനത്തിലെ ഒന്നാമത്തെ മഹാ ഇടവകയാണ്. ഇടവകയുടെ വലിയ പെരുന്നാളാണ് ഡിസംബർ 1 മുതൽ വിവിധ പരിപാടികളോടുകൂടി നടന്നത്. ബാബുജി കൊട്ടക്കാട്ട്, TG സക്കറിയ, ജോർജ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. സർവീസിൽ നിന്ന് വിരമിക്കുന്ന 4 വനപാലകർക്ക് റാന്നി ഫോഴ്സ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 റാന്നി FDA ഹാളിൽ ചേരുന്ന സമ്മേളനം DFO S ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്യും. RRT റേഞ്ച് ഓഫീസർ മുരളീധരൻ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാരായ ചന്ദ്രദാസ്, OG ശശി, റാന്നി റേഞ്ച് ഓഫീസിലെ TK ഗണേശൻ എന്നിവരാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആറന്മുള വിമാനത്താവള പദ്ധതിയുമായി ബന്ധപ്പെട്ട NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതായി ACC അംഗം അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ്. റോഡ് സേഫ്റ്റി ബോധവൽക്കരണ സന്ദേശവുമായി മലയാലപ്പുഴ മുസ്ലിയാർ കോളേജിലെ വിദ്യാർത്ഥി സംഘം ജില്ലയിൽ ക്യാമ്പയിൻ നടത്തി. ആദ്യ ക്യാമ്പ് റാന്നി സെന്റ് തോമസ് കോളേജിൽ നടന്നു. വികലാംഗർക്കുള്ള വാഹനം അനുവദിച്ചു നൽകാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് സൽബുദ്ധി നൽകണമെന്ന പ്രാർത്ഥനയുമായി കോട്ടയം സ്വദേശി വികലാംഗൻ ശബരിമലയ്ക്ക് പുറപ്പെട്ടു. വരയുടെ വേഗക്കുതിപ്പുകാരൻ കാർട്ടൂണിസ്റ്റ് അഡ്വക്കേറ്റ് ജിതേഷ് തന്റെ വരവേഗ വിസ്മയം 3011 വേദി പിന്നിട്ടു. വരയുടെ തമ്പുരാൻ ഇന്ന് റാന്നിയിലെത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.